കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, SNDP യോഗം ഡയറക്ടർ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക രംഗങ്ങളിൽ 6 പതിറ്റാണ്ടുകാലം നിറസാന്നിധ്യമായിരുന്ന VK രാജഗോപാലിന്റെ 1ാം ചരമവാർഷികം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, SNDP യോഗം ഡയറക്ടർ, വത്തത്തൊഴിലാളി യൂണിയൻ INTUC സ്ഥാപക പ്രസിഡന്റ് തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന VK രാജഗോപാലിന്റെ 1ാം ചരമവാർഷികം വിവിധ ചടങ്ങുകളോടെ നടന്നു. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, ചികിത്സാ സഹായ വിതരണം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ഗോവിന്ദമുട്ടം വെളുത്തെടുത്ത് ഭവനാങ്കണത്തിൽ നടന്ന സമ്മേളനം DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 1978 ഇന്ദിരാ കോൺഗ്രസ് രൂപീകരണ ഘട്ടത്തിൽ ജില്ലയിലും കായംകുളത്തും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉജ്ജ്വല നേതൃത്വം വഹിച്ച നേതാവായിരുന്നു VK രാജഗോപാലെന്ന് ബാബു പ്രസാദ് പറഞ്ഞു. നമുക്കാകെ ഉള്ളത് MLA തുണ്ടത്തിച്ചേട്ടനാണ്. അദ്ദേഹം DCC പ്രസിഡന്റ് ആണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമായി. ഈ പേരിലല്ലാതെ നാടകം നടത്തിയാൽ അവിടെ ആ പഞ്ചായത്തിൽ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടും. രഞ്ജിനി തിയേറ്റേഴ്സ് എന്നുള്ള ടൈറ്റിൽ ഇല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടും. വലിയ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ വാശിയായതുകൊണ്ട് മറ്റെന്തിനേക്കാൾ ഏറെ ഈ നാടകം നടത്തണം, ഇതേ പേരിൽ തന്നെ ഈ നാടകം നടത്തണം എന്ന് പറഞ്ഞ് ഉള്ള ഒരു തർക്കമായി. അപ്പൊ രണ്ടുപേരും ഈ വാശിയുടെ അടിസ്ഥാനത്തിൽ ഒരേ വെന്യൂ ആണ് തീരുമാനിച്ചത്. ആ വെന്യൂവിലെ നാടകം നടത്തുന്നതിനും അവിടെ പ്രവേശിക്കുന്നതിനുമുള്ള കോടതി വിലക്ക് പിന്നെ ഒരു ദിവസം കൂടെ ഉള്ളു വർക്കിംഗ് ഡേ. എല്ലാവരും ഒരു 20, 22, 23 വയസ്സൊക്കെ ഉള്ളവരാണ് ഇതിന്റെ സംഘാടകരൊക്കെ. ഞാനാണ് ഏറ്റവും ഇളയ ആള്. ഞങ്ങൾ വന്ന് നേരെ തുണ്ടത്തിച്ചേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം സ്വതവേ സൗമ്യശീലനാണ്. ഈ വളരെ ചടുലമായ സ്റ്റെപ്പുകളൊന്നും എടുക്കുന്ന കൂട്ടത്തിലല്ല. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയി പുതുപ്പള്ളി പോയി രാജഗോപാലിനെ കാണാം, അദ്ദേഹം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് രാജഗോപാലൻ ചേട്ടനെ കാണാനായിട്ട് ഞങ്ങളെ അദ്ദേഹം ഒരു കത്തും തന്നയച്ചു. ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ കായംകുളത്തുണ്ടായിരുന്നു, അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം അന്ന് തന്നെ കോടതിയിൽ ആ ഇഞ്ചക്ഷൻ വെക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ആദ്യം അദ്ദേഹം അത് സ്വീകരിച്ചു. നമുക്ക് അവിടുത്തെ ആളുകൾക്കൊന്നും അത്ര ഒരു വക്കീലിനെ പോയി കണ്ട് ഇത് ചെയ്യണമെന്നൊന്നുള്ള ഒരു പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പോയി കോടതിയിൽ പോയി മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഇത് വെക്കറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ നാടകം പിന്നീട് നടത്തിയാൽ അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന മറുഭാഗം. KPCC അംഗം അഡ്വക്കേറ്റ് U. മുഹമ്മദ് അധ്യക്ഷനായി. കായംകുളം നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായും നിയോജകമണ്ഡലം പ്രസിഡന്റായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗമായും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. മധ്യതിരുവിതാംകൂറിൽ വത്തത്തൊഴിലാളി യൂണിയൻ INTUCക്ക് ഒരു സംവിധാനം ഒരുക്കിയത് രാജഗോപാലൻ ചേട്ടന്റെ ശക്തമായ നേതൃത്വത്തിലൂടെയാണ്. ഈ തൊട്ടടുത്ത ക്ഷീര സംഘം ഉൾപ്പെടെ നമ്മുടെ നാടിന്റെ പൊതുജീവിതത്തിന്റെ എല്ലാ സാമൂഹ്യ മണ്ഡലങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാജഗോപാലൻ ചേട്ടൻ തന്നെ വിട്ടുപിരിഞ്ഞത്. കേവലം ഒരു ദിവസത്തെ അസ്വസ്ഥത മാത്രമാണ് അദ്ദേഹത്തിന് മരണത്തിലേക്കുള്ള വഴി തെളിയിച്ചത്. 2024 ഏപ്രിൽ മാസം 29-ാം തീയതി അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടായി. അദ്ദേഹം കായംകുളം എബനേസർ ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സയ്ക്ക് പോയി. അന്ന് 2 പ്രാവശ്യം പോയി. പിറ്റേ ദിവസം അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. 2024 ഈ രാജ്യത്ത് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ കായംകുളം LS ഗ്രൗണ്ടിൽ നടന്ന UDFന്റെ കൺവെൻഷനിൽ 3 വഴിയിൽ അദ്ദേഹം എത്തി നമ്മുടെ സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്യുവാനും ആശീർവദിക്കുവാനും അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൗത്യം പാലിക്കാൻ അദ്ദേഹം അവസരം ഒരുക്കുകയുണ്ടായി. ഞാൻ ശ്രീ രാജഗോപാലൻ ചേട്ടനെ കാണുന്നത് 1978 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിളർത്തി കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ആ വേളയിലാണ്. 1978 ജനുവരി 2-ാം തീയതി ബാംഗ്ലൂരിലെ ഗ്ലാസ് ഹൗസിൽ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഇന്ദിരാഗാന്ധി അന്നത്തെ കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ, SNDP യോഗം മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ, KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് E. സമീർ, N. രവി, S. രാജേന്ദ്രൻ, ബിജു ഡേവിഡ്, സുശീല വിശ്വംഭരൻ, E. ശ്രീദേവി, K. പുഷ്പദാസ്, C. A. സാദിഖ്, M. വിജയമോഹൻ, ഗായത്രി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.